ഹായ് 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 പള്ളത്ത് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പൂരി ഉണ്ടാക്കാൻ പോവാണ്. മോള് കറി വെക്കാൻ പോവാണ്. അതെ, കോൺഫ്ലവർ ഇതേ കടന്ന് വേഗണം മതി ഓഫാക്കിക്കോ. അപ്പോൾ അവിടെ എല്ലാ സാധനവും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാള, തക്കാളി, ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മോള് കറി നോക്കുമ്പോഴേക്കും രാവിലത്തെ ഫുഡ് ഉണ്ടാക്കണ ചെറിയൊരു കുഞ്ഞ വീഡിയോ ആണ് കേട്ടോ. ഞാൻ പൂരി ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ കറി ഉണ്ടാക്കാൻ പോവാണ്. പൂരിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ബൗളിന് ഒരു ബൗള് റവ, ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ് ആട്ടപ്പൊടിയാണ്. നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ ആട്ടപ്പൊടിയാണ്. അപ്പോൾ നമ്മൾ പൂരിക്കൊക്കെ നല്ല പോലെ മൈക്കുണ്ടല്ലോ അല്ലേ, പൂരിക്കൊക്കെ മാവ് എടുത്തിട്ട് നല്ലോണം കൈ കൊണ്ട് പനിയുക. വെള്ളം കൂടിയോ? അതവിടെ എന്താണ് പൂരിക്ക് വേണ്ടിയിട്ട് മാവൊക്കെ നല്ലപോലെ കുഴയ്ക്കുന്നുണ്ട്. ഇത്തിരി വെള്ളം കൂടി എന്ന് പറഞ്ഞിട്ട് വീണ്ടും പൊടി എടുത്ത് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മ. ഞാനിത് ഇവിടെ എണ്ണയൊക്കെ ചൂടായപ്പം സബോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് നല്ലപോലെ കുഴയണം അല്ലേ? നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് കുഴയ്ക്കുക. അതെ, അല്ല കുഴക്കുകയല്ല, നല്ലപോലെ ഇളക്കി കൊടുക്കുക. അന്ന് വാടി വരുമ്പോൾ മറ്റേ തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പിലയൊക്കെ ഇടും. സബോളയൊക്കെ നല്ലപോലെ കുഴഞ്ഞ് ഇഞ്ചി ഇടുകയാണ്. ഇഞ്ചി ഒരു സ്പൂൺ ഇട്ട്, ഇഞ്ചിയൊന്നും ഇത്ര വേണ്ട, മതി. ഒരു സ്പൂണ് വെളുത്തുള്ളി മതി. ഒരുപാട് മതി. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്മ എപ്പോഴും അവിടെ കുഴച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കുഴയോട് കുഴയാണ്. പൂരിക്ക് നല്ല പോലെ കുഴച്ചാൽ പപ്പടം പൊള്ളണ പോലെ ബുസ് ബുസ്ന്ന് പൊള്ളി വരും. അതാണ് പ്രശ്നം. മസാല പൂരി ഉണ്ടാക്കാം നമുക്ക്. മസാല പൂരി ആകുമ്പോൾ ഇത്തിരി മല്ലിയില, വേപ്പില, ഇതൊക്കെ ഇട്ടിട്ട് ഒരു തരി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് മസാല പൂരി ഉണ്ടാക്കാം. മസാല പൂരിയാ? മസാല മാവുമ്മലിട്ടിട്ട് മാവുമ്മിട്ടിട്ട് പനഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോൾ മഞ്ഞ കളർ ഉണ്ടാവും. പപ്പട വടയുടെ ആകൃതി കിട്ടും. അപ്പം അത് മസാല പൂരി. അതെ, അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, പഴയ കുക്കിങ്ങിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, ഉമ്മ അവിടെ അത് പൂരി പരത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനിതിൽ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. ചായ കുടിച്ചു, കാലത്ത് ഒരു ഗ്ലാസ് ചായ കുടിച്ചു. ബ്രൂ കാപ്പിപ്പൊടി ഇട്ടിട്ട് ചായ കുടിച്ചു, ഒരു ഗ്ലാസ് പാൽ ചായ. അപ്പോൾ ആ ചായ കുടിച്ചാൽ പിന്നെ നമുക്ക് ചായയും കടിയായിട്ടാണ് പിന്നെ നമ്മൾ കഴിക്കുക. എണിച്ച് വലിയച്ഛ മോൻ കഴിയുക ഒരു ഗ്ലാസ് ചായ കുടിക്കുക. അത് നമുക്ക് പതിവാണ്. അതിപ്പോൾ ചെറുപ്പം തൊട്ടുള്ള പതിവാണ്. അത് പതിവ് ചായ കുടി നിർത്തണം നോക്കുമ്പോൾ എങ്ങനെയായാലും ചായ കുടി നമുക്ക് പറ്റണില്ല. ആ നേരം ആകുമ്പോൾ നമുക്കത് കുടിക്കാൻ തോന്നും. ചായ വേണ്ടാന്ന് പറഞ്ഞിട്ടിരിക്കും. ആ നേരം ആകുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം കുടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഒരു കപ്പ് ചായ വെച്ചിട്ട് അങ്ങനെ ഇരുന്ന് കുടിക്കാൻ തോന്നും. അപ്പം നമുക്ക് എന്താ ലാഭം? പക്ഷെ മധുരമൊന്നും ഇടില്ല. മധുരം ഇല്ലാണ്ടാണ്. ഇടയ്ക്കൊന്ന് മധുരം ഇട്ട് കുടിക്കണം എന്ന് തോന്നുമ്പോൾ നമ്മൾ ഒരു ശർക്കര ഇത്തിരി ഇട്ടിട്ട് നമ്മളതിലിത്തിരി അങ്ങനെ വെച്ച് കുടിക്കും. പക്ഷെ എന്തോരം മധുരമില്ലാത്ത ചായ കുടിക്കുക നമ്മൾ, ചാതി പോലെ ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കൊന്ന് മധുരം ബെല്ലിട്ടിട്ട് നമ്മൾ ചായ കുടിക്കും. എന്തിപ്പോൾ കുടിക്കാണ്ടും ഷുഗർ വന്ന് മരിക്കുന്നുണ്ട്. അപ്പോൾ കുടിച്ചിട്ടിങ്ങനെ തിന്നിട്ടിങ്ങനെ മരിച്ചാട്ടെന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെയൊന്നുമില്ല. എന്നാലും എന്തോരം നമ്മളവരൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ നോക്കിയിരിക്കുക. അപ്പോൾ നമ്മൾ വേറെ പരീക്ഷയൊക്കെ കഴിക്കും. അങ്ങനെ കഴിക്കില്ല എന്നും പറയാൻ പറ്റില്ല. എന്തോരം ആൾക്കാർക്ക് ഷുഗർ പഠിച്ചവനെ. ഉമ്മാക്കും ഉപ്പാക്കും ഷുഗറില്ല, മക്കൾക്കൊക്കെ ഷുഗറായി. ഞങ്ങളെ 4 താത്താക്കല്ല 3 താത്തമാർക്ക് ഷുഗറുണ്ട്. അതിൽ ഒരു ഇക്കാക്ക് ബി പിയും കൂടുതലാണ്. അപ്പോൾ എന്താ ചെയ്യുക? ഉമ്മാക്കും ഉപ്പാക്കും ഡോക്ടർ ചോദിച്ചു പാരമ്പര്യമായിട്ടുണ്ട്. പാരമ്പര്യമായിട്ട് എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഉമ്മാക്കില്ല. ഉപ്പാക്ക് പിന്നെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തെന്നാൽ എൻ്റെ ഉപ്പൊക്കെ എനിക്ക് ഇത്തിരി എൻ്റെ ചെറുപ്പം തന്നെ എൻ്റെ ഉപ്പ മരിച്ച്. അപ്പോൾ ഉപ്പാടെ എനിക്കറിയില്ല. എൻ്റെ ഉമ്മാക്കൊന്നുമില്ല ബി പി ഉണ്ട്, പ്രഷറുണ്ട്. എൻ്റെ ഉമ്മ പ്രഷർ കൂട്ടിയിട്ടാണ് എൻ്റെ ഉമ്മ എന്നെ വീണിട്ട് അങ്ങനെ പ്രഷർ തലക്കടിച്ച് മരിച്ചത്. അല്ലാണ്ട് ഷുഗറും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഡോക്ടർ പറയണ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കഴിക്കണ ഭക്ഷണത്തിൽ കൂടിയിട്ടാണ്
ഷുഗർ വരുന്നു. ഇപ്പോൾ പാരമ്പര്യമൊന്നും വേണ്ട. ഇപ്പോൾ നമ്മൾ കഴിക്കുന്നതൊക്കെയും വിഷമാണ്. പണ്ടൊക്കെ അങ്ങനെയല്ല. പണ്ടൊക്കെ ഞങ്ങളവിടെ മൂരി 4 മൂരി 2 വണ്ടി മൂരിയൊക്കെയാണ്. അതിൻ്റെ ചാണകമൊക്കെയാണ് പാടത്ത് കൊണ്ട് ഇണ്ടിക്ക തട്ടിക്കൊടുക്കും. ആൾക്കാർ വലിയ വലിയ മുതലാളിമാരൊക്കെ വന്നിട്ട് വളമട ഒന്നിച്ച് വില പറഞ്ഞിട്ട് മേടിക്കും. വളമട നിറഞ്ഞിട്ടുണ്ടാവും. ഒരു കൊല്ലാവുമ്പോഴേക്കും വളമട ഫുള്ളാവും. അപ്പം അത് വളമട എന്ന് പറഞ്ഞാൽ ചാണാക്കുണ്ട്, വലിയ കുണ്ടാ. അത് ഇങ്ങനെ കുണ്ട് നിറഞ്ഞ് ഒരു കൊല്ലാവുമ്പോഴേക്കും ആ കുണ്ട് നിറയും. അപ്പോൾ വലിയ വലിയ ആൾക്കാരുണ്ടല്ലോ മുതലാളിമാർ, അവരെ കണ്ടത്തിലേക്ക് കൊണ്ടിടാൻ. അന്ന് കണ്ടത്തിൽ ഈ വളമാണ് കൊണ്ട് ഓരോ വണ്ടികൾ കൊണ്ട് തട്ടിയിട്ട് ഇങ്ങനെ കുമ്പക്കം പോലെ കെടുക്കും. ആ സാധനമാണ് അന്ന് വളം. ഇന്ന് അതല്ല. അന്ന് വളം എന്ന് പറയുന്ന സാധനം കണ്ടത്തിൽ കണ്ടിട്ട് തന്നെ ഇല്ല അങ്ങനെ. അപ്പം പിന്നെ ഇപ്പൊക്കെ വളം പറഞ്ഞാൽ വേറെ വളം. ഇപ്പം അങ്ങനത്തെ വളമല്ല, വേറെ വളം. അപ്പോൾ പിന്നെ അത് നമ്മൾ കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാകും? ആ അരി ഭക്ഷണമല്ലേ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും, അതിൽ മാത്രമല്ല, പച്ചക്കറിയിലും എല്ലാ സാധനത്തിലും നമ്മളാ കാക്കട്ടെ. നമ്മളെന്താ ചെയ്യുക? അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനും സാധനങ്ങൾ വാങ്ങാണ്ടും കഴിക്കാനും ആർക്കും പറ്റില്ല. നമുക്ക് എല്ലാവർക്കും സാധനങ്ങൾ വാങ്ങണം. അപ്പോൾ പടച്ചോൻ കാക്കട്ടെ. നമുക്ക് അന്നൊക്കെ ഡോക്ടർമാർ പറയുന്ന ഒരു അറ്റാക്കോ അങ്ങനെയൊക്കെ വരുന്നത് 60 വയസ്സ് 70 വയസ്സായവർക്കാണ് ഒരു അറ്റാക്ക് വരുന്നത്, ബ്ലോക്ക് വരുന്നത്, നെഞ്ചുവേദന വരുന്നത്. ഇന്ന് 30 വയസ്സ്. ഇപ്പോൾ 30 വയസ്സ് അങ്ങോട്ട് കഴിഞ്ഞാൽ എല്ലാം അതാണ്. 60 വയസ്സ് അവർക്ക് ഇല്ലപ്പോൾ. ഇപ്പൊക്കെ 30 വയസ്സ് 40 വയസ്സ് ഇങ്ങനെയാണ്. പണ്ടൊക്കെ വന്നിട്ട് ഡോക്ടർ പറയണത് 70 വയസ്സ് 50 വയസ്സ് വല്ലപ്പോഴും, ഒരുപാടില്ല, ഓരോരുത്തർ അത്രയും ഉണ്ടാവില്ല. അങ്ങനെയാണ് ഇപ്പോൾ വന്നിട്ട് വരുന്നതേ അതന്നെയാണ്. ചെറുപ്പക്കാർക്കാണ് വരിക. അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ കറിയൊക്കെ ഏകദേശമായി. എന്താ പിന്നെ ഭൂരി പൊള്ളണില്ലേ? എണ്ണ ചൂടാകട്ടെ. എണ്ണ നല്ലോണം ചൂടായാൽ തന്നെ നല്ല പൊള്ളി വരുള്ളൂ. വെള്ളം തേയിക്കൊടുക്ക്, അല്ലെ വെള്ളമല്ല, എണ്ണ തേയിക്കൊടുക്ക്. എണ്ണ ചൂടായപ്പോൾ ഉമ്മാൻ്റെ പൂരിയൊക്കെ പൊന്താൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ കുറച്ചൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. കറി ദേ ഇവിടെ ഇങ്ങനെ എന്തെങ്ങനെ അതങ്ങനെ തന്നെ പൊന്നു. അതെ, ഇനി വെള്ളം ഒഴിക്കും പൊന്നാ. മതിയാ? ഇനി കുറച്ച് വെള്ളം ഒഴിക്കും. ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. സാരില്ല. ആ കറിയൊക്കെ നല്ലപോലെ അയക്കണ്. വേവിച്ച് വെച്ച കോൺഫ്ലവർ ഇതിലേക്ക് ചേരുന്നു. അപ്പോൾ നമ്മുടെ കറി ഉഷാറുള്ള കറി. എൻ്റെ മരുമോള് കറി വെച്ചാണ് നല്ല ഭംഗിയുള്ള കറി. പക്ഷെ നല്ല ഇറച്ചിക്കറിയുടെ പൊലിവുണ്ട്. ഇറച്ചിക്കറിയുടെ പൊലിവുണ്ട്. നല്ല ഉരുളൻ കിഴങ്ങും വെന്ത് നല്ല ബോയ്ക്ക് അടിപൊളി ബീഫ് കറിയുടെ നല്ല മണം വരുന്നുണ്ട്. കുറച്ച് ബീഫിൻ്റെ മറ്റേ കറി മസാല പൊടി എടുത്തിട്ട് ഒരു തുള്ളി മീതൾക്ക് തൂവിക്കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കറി അടിപൊളി കറിയായില്ല, സൂപ്പർ കറിയായി. ഇറച്ചി ബീഫ് കറി വെച്ച പോലെ കുഴമ്പ് പോലെ നല്ല ടേസ്റ്റ്. നല്ല ചൊടിയുണ്ട്. കുരുമുളകും ഇതൊക്കെ ഇട്ടപ്പോൾ നല്ല ചൊടിയുണ്ട്. കുരുമുളകും പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടുണ്ടായിരുന്നുള്ളൂ. ഉമ്മൻ്റെ പൂരിയൊക്കെ അടിപൊളി പുള്ളി ചെറുപ്പശ്ശേരിന്ന് വിളിച്ചിട്ട് ചോദിച്ചു. അവർ സ്വാഭാവികമായിട്ട് ഉമ്മയും മരുവളും ഭയങ്കര പോരാണല്ലോ, അത് ശരിക്കുള്ളതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളത് ശരിക്കുള്ളതല്ല, എൻ്റെ മോളാണ്. ശരിക്കും എൻ്റെ വയറ്റിൽ ജനിച്ചിട്ടില്ല, ജനിച്ച പോലുള്ള മോളാണ്. 2 എണ്ണം എനിക്ക് പെൺകുട്ടികളില്ലാത്തതാ. അതുകൊണ്ട് എൻ്റെ പെൺകുട്ടികളാണ്. അപ്പോൾ ഒരാൾ പ്രസവിച്ച് കിടക്കണ്. അപ്പോൾ അവളും എൻ്റെ മോളന്നെ, ഇവളും മോളന്നെ. 2 ആൺകുട്ടികൾക്ക് കല്യാണം കഴിഞ്ഞ് അവരെ ഭാര്യമാർ എൻ്റെ മക്കളാണ്. എനിക്ക് പെൺകുട്ടികളില്ലാത്തതാണ്. അതുകൊണ്ട് എൻ്റെ മക്കളാണ്. അല്ലാണ്ട് മരുമക്കളായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ വീഡിയോയിൽ കാണിക്കുമ്പോൾ അവരുണ്ടാക്കി തന്ന കഥയാണ് നമ്മൾ അഭിനയിക്കുന്നതെന്ന് മാത്രം. അല്ലാണ്ട് നമ്മളായിട്ട് ഉണ്ടാക്കുകയൊന്നുമല്ല. മക്കളും മരുമക്കളും പറഞ്ഞു തന്ന കഥയാണ് നമ്മൾ അഭിനയിക്കുന്നത്. ഒരു 100 വട്ടം ഈ ദേഷ്യം ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെയല്ലമ്മ ഒന്നും കൂടി ആക്ക്, ഇങ്ങനെയല്ലമ്മ ഒന്നും കൂടി ആക്ക് പറഞ്ഞിട്ട് ഒരു 5-6 വട്ടം ഈ ദേഷ്യം വരലെന്നെ നമുക്ക് ഒരുപാട് സമയം പിടിക്കും. ഈ ദേഷ്യം ഒന്നും അങ്ങനെയല്ല ഒന്നും കൂടി വരണം അതിൽ തന്നെ ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ഒരിക്കലും നമ്മളെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവില്ല, അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. നമ്മളെന്തിനാ, നമ്മളെ മക്കളെ പോലെയല്ല നമ്മളെ മക്കളാണ് അവർ.
അപ്പോൾ ചിലവർ വിചാരിക്കും അവർ ശരിക്കും ഇങ്ങനെ ആവുമോ, അതുകൊണ്ടാവുമോ അവർ അങ്ങനെയൊക്കെ എടുക്കണ്. അങ്ങനെയുള്ള കാരണമല്ല അവർ അതേ വെച്ചിട്ട് എടുക്കുന്നതെന്നൊക്കെ ചിലവർ ചോദിക്കുന്നുണ്ട്. സത്യം അതല്ല. ഞങ്ങളിത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അമ്മായി മരുമകൾ ഓരോ ഗുസ്തി പോലെയൊക്കെയാണ്. ഇന്നേ വരെ ഞങ്ങൾക്കൊരു പ്രശ്നം വന്നിട്ടില്ല. അള്ളാഹ് വരാണ്ട് റബ്ബ് മരണം വരെയും സ്നേഹത്തോടെ ജീവിക്കണം. അള്ളാഹ് ആമീനാക്കട്ടെ. ആമീൻ. ഭൂരിയൊക്കെ ഒരു മല പോലെയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കി കഴിഞ്ഞു. ചെറിയ ബേസിനാണ് നമ്മൾ ഒരൊറ്റ കപ്പ് മാവാണ് എടുത്തത്. അതെ. പിന്നെ ഒരു ചെറിയ ബൗളിന് റവ എടുത്തു. പക്ഷേ നമ്മൾ വന്നിട്ട് ഭൂരിയല്ലേ, ഭൂരി അങ്ങനെ തന്നെ ഉണ്ടാകും. പപ്പടം പൊരിച്ച് വയ്ക്കുമ്പോൾ എങ്ങനെ ഉണ്ടാകും അതുപോലെ തന്നെ ഉണ്ടാകും. ചെറിയൊരു ബേസിനാണ്. അതിലെല്ലാവരും ഒരു 5 ഭൂരി വെച്ച് കഴിച്ചാൽ ഉണ്ടാവില്ല. അപ്പൊ ചെറിയൊരു ബേസിനാണ്. കാണുമ്പോൾ വലുതുപോലെ തോന്നും. അപ്പൊ നമ്മളെ ഭൂരി കുറച്ച് വീഡിയോയില് കാണുമ്പോഴാണ് ഇങ്ങനെ കുറേ ഉള്ള പോലെ. വീഡിയോയിൽ കാണുമ്പോൾ കുറേ ഇതായിരിക്കണേ. നമ്മള് ഇന്നലെ വീണ്ടും അന്ന് ബാക്കി വെച്ച ആത്തച്ചക്ക വീണ്ടും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ ചള്ളാണ്. കൂര പോലെ ഉണ്ട്, കണ്ടില്ലേ? ചെറിയ ആത്തച്ചക്ക. അന്ന് മാത്രം ഒരു 5-6 നല്ലത് കിട്ടി. ബാക്കിയൊക്കെ ചെറുതാ. അപ്പോൾ അത് വീഡിയോയിൽ കണ്ടിട്ട് 1-2 ആൾ ചോദിച്ചു ഞങ്ങളോട്. അപ്പൊ അവര് വേണമെങ്കിൽ കൊണ്ടോക്കോട്ടെ എന്ന് വെച്ചിട്ട് പൊട്ടിച്ചു വെച്ചതാ. അപ്പോൾ അങ്ങനെ നമ്മള് ഭൂരിയും ഭൂരി ആയി. ഇനി നമ്മളത് കറിയും മോള് വെച്ച് അടിപൊളി കറി ആയിട്ടുണ്ട്. സൂപ്പറായിരിക്കും. കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോൺഫ്ലവറും മസാലക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ പൊരിച്ചാലും ചിക്കൻ പൊരിച്ച പോലെ നമ്മൾ പൊരിക്കൂല. വലിയ എല്ലാ കടകളിലൊക്കെ നമ്മൾ ഓരോ എക്സിബിഷൻ കാണാൻ പോയാലൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ കഴിക്കാൻ തോന്നും. പക്ഷെ ഞങ്ങൾ മേടിച്ച് കഴിക്കൂല. നമ്മൾ ഉണ്ടാക്കണ പോലെയല്ലല്ലോ. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കോൺഫ്ലവർ പൂവ്. അപ്പോൾ ആ കറിയാണ് എനിക്ക് നല്ല ഇഷ്ടമുള്ള കറിയാണ്. മരോള് വെച്ചിരിക്കുകയാണ്. അപ്പം ഇനി ചായ കുടിക്കാല്ലേ? അപ്പോൾ ഇനി കട്ടൻ ചായയും ഭൂരിയാണ് ഇന്നലെ നമ്മുടെ ചായയുടെ കടി. നിങ്ങളെ വീട്ടിൽ എന്താ ചായക്കിന്ന് കടി? ചായയും കടി എന്താന്ന് നിങ്ങൾ കമന്റ് അറിയിക്കണം. അപ്പം ഇന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിന്ന് ഭൂരിയും സ്പെഷ്യലായിട്ട് കറിയാണ്. മുട്ടക്കറിയല്ല, മുട്ട പുഴുങ്ങി വെച്ചിട്ടുള്ളതാണത്. പക്ഷെ അത് സ്പെഷ്യലായിട്ട് ഇറച്ചി പോലത്തെ ഒരു മോഡലിൽ വെച്ചിട്ടുള്ളതാണത്. സൂപ്പറായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. കഴിച്ചു നോക്കിയാൽ നമുക്കറിയാം. ഭൂരിയൊക്കെ കണ്ടില്ലേ, പപ്പടം പോലെ പൊള്ളിയിട്ട് നല്ല ഇങ്ങനെയാ. അപ്പം ഞാൻ കഴിച്ചു നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറിൽ മസാല കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് മുട്ടക്കറി, മുട്ട പുഴുങ്ങി വെച്ചൊക്കെ സൂപ്പറായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഭൂരിക്ക് ഫസ്റ്റ് സാധനം. അപ്പോൾ നമ്മുടെ ഭൂരിയും മസാലയല്ല, ഭൂരിയും ബീഫ് കറി പോലെ മുട്ടയും കോൺഫ്ലവർ ഇട്ടിട്ട് വെച്ചിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു പ്രാവശ്യം വെക്കാത്തവർ വെച്ച് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ചായയുടെ കടി ഇതാണ്. നിങ്ങളുടെ വീട്ടിൽ എന്താണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. നിങ്ങളെ വീട്ടിൽ ഇന്ന് ചായക്ക് കടി എന്താ കമൻറ്റിൽ കൂടി അറിയിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, കമന്റ് അടിക്കുക. വീണ്ടും വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് വരാം ഇൻഷാ അല്ലാഹ്. ബൈ. ടാറ്റാ.